സ്വയം ശക്തമാവുക, മറ്റുള്ളവരെ ശക്തീകരിക്കുക. ഇന്ന് ലോക വനിതാ ദിനമാണല്ലോ. അപ്പം ഈ വർഷം മുന്നോട്ട് വയ്ക്കുന്ന ഒരു മോട്ടോ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ വിമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതാണ്. ആ സെന്റൻസിനെ അർത്ഥവത്താക്കുന്ന ഒരാളുടെ അടുത്താണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് ജീവിതം സക്സസ് ആക്കിയ ഒരാളെയാണ് നമ്മളിന്ന് കാണാൻ വന്നിരിക്കുന്നത്. അതെ അതെ അതെ, പേര് ശാലിൻ എന്നുള്ളതാണ്. ഒരു സംരംഭകയാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലാക്കാം. ലഞ്ച് ബോക്സിലേക്ക് കയറ്റാൻ പാകത്തിന് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചേച്ചി. നാച്ചുറൽ ആയിട്ടുള്ള എല്ലാം ഭയങ്കര ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്നാണ് കറിയെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് ഭക്ഷണം ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ പറയുന്നത് ഇവിടെ വീട്ടിൽ നമുക്കിവിടെ ടേക്ക് അവേ ഉണ്ട്. ഇവിടെ നിന്ന് എത്ര മണി വരെ ടേക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പ്രീ ഓർഡർ ചെയ്ത് നമ്മൾ ഫുഡ് പുറത്ത് വെച്ചേക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് ടേക്ക് അവേ ഉണ്ട്. എൻ്റെ ലാഭം എന്ന് പറയുന്നത് ഇപ്പം കണ്ടില്ലേ, വിവേക് വന്നപ്പോൾ ഇച്ചിരി നേരം വർത്താനം പറയില്ലേ, അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കില്ലേ. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ ആദ്യത്തെ പാത്രമൊക്കെ എൻ്റെ ലൂക്ക് മുതൽ പിന്നെ അങ്ങോട്ടുള്ളവരെല്ലാവരും നമ്മുടെ മക്കളാണോ സഹോദരങ്ങളാണോ ആരാണെന്നൊന്നും അറിയാത്ത നല്ല കുറേ ആത്മബന്ധങ്ങളാണ്. അത് എത്ര കാശ് കൊടുത്താലും കിട്ടിയില്ല. ആക്ച്വലി എനിക്കൊരു കേരളത്തിലെ ആദ്യത്തെ ഒരു ലൈവ് ഐസ്ക്രീം കോൺസെപ്റ്റാണ് ഉള്ളത്. നമ്മൾ ലോക്ക്ഡൗണിനാണ് തുടങ്ങിയത്. നമ്മൾ പൂട്ടിയൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ സർവൈവ് ചെയ്ത് വന്നതാണ്. ആ സമയത്ത് നമ്മുടെ അവിടെ ഐസ്ക്രീം കഴിക്കാൻ വന്ന 2-3 കുഞ്ഞുങ്ങൾ പപ്സും വെള്ളമൊക്കെയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു സങ്കടം തോന്നി. കാരണം അവരോട് പറഞ്ഞു, എത്ര രൂപ നിങ്ങളുടെ ഇത് ചിലവാവണേ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ചിലവാവുന്നത് ഈ 30 രൂപയൊക്കെ ആകും. ഇപ്പൊ ചേച്ചി നമുക്ക് ലഞ്ച് ബോക്സ് ഒക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് വളരെ സ്നേഹത്തോടു കൂടിയൊക്കെ പാക്ക് ചെയ്ത് തരുമ്പോൾ ചേച്ചി ജീവിതത്തെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചുറ്റുമുള്ളവരെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. ചേച്ചി ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ വിജയിച്ച് അതിനെ തരണം ചെയ്ത് വിജയിച്ചാണ് ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ മുന്നിൽ ഇത്ര സ്മാർട്ടായിട്ടുള്ള ഒരു ലേഡി ആയിട്ട് നിൽക്കുന്നത്. സോ ചേച്ചി, എങ്ങനെയാണ് ചേച്ചീൻ്റെ ആ ഒരു ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത്? ആക്ച്വലി ഞാൻ 2ാമത് ക്യാൻസറിൻ്റെ സാധ്യത കണ്ടപ്പോഴാണ് ഞാൻ തിരുവനന്തപുരത്ത് ഞങ്ങളങ്ങ് പെട്ടെന്ന് ഒറ്റപ്പെട്ട് പോയതാണ്. അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ സാധ്യത കാണുന്നത് എൻ്റെ 26ാം വയസ്സിലാണ്. 2ാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി സമയത്താണ് ഇതാണെന്ന് അറിയുന്നത്. പിന്നെ അത് കഴിഞ്ഞു, സർജറി കഴിഞ്ഞു, പിന്നെ ഉണ്ടായിരുന്നു നാട്ടിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2ാമത്തെ സാധ്യത വന്നപ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് തയ്യാറെടുക്കാൻ വേണ്ടി വന്നു. നമ്മൾ ഒറ്റയ്ക്കായിപ്പോയി, നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാണ്ട് വന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് റെമഡീസൊക്കെ കുറേ എടുത്തു. അങ്ങനെ ഇപ്പോൾ 20% ഉള്ളൂ ഈ കണ്ണിന് കാഴ്ച. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് 2019 ഫുൾ പാലിയേറ്റീവ് കെയറിലായി. ജീവിതം തിരിച്ചു വരില്ല എന്ന് ചിന്തിച്ചു. മക്കളെ എങ്ങനെയെങ്കിലും പഠിപ്പിക്കണം. ചെയ്യാത്ത ജോലികളൊന്നുമില്ല. അവിടെയൊക്കെ ഒരു സ്ത്രീ തോക്കാൻ പാടില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം ജീവിതത്തിൽ തോറ്റതാണ്. ഇനി നമ്മൾ തോക്കാൻ പാടില്ല, ജയിക്കണം എന്ന്. പക്ഷെ ആ ജയിക്കുന്നത് പോലും നമ്മൾ വേറൊരാൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് കളങ്കം ഉണ്ടാക്കിക്കൊണ്ടോ ജയിക്കാൻ പാടില്ല. ഇതിന്റെ സ്റ്റിക്കർ ഞാൻ തന്നെ ഒട്ടിച്ചത്. അപ്പം ഈ ഇത് കഴിക്കുന്ന ചോറ്റുപാത്രക്കാരൻ ക്ഷമിക്കട്ടെ, ശരിയായിട്ട് ചെയ്യാം. അപ്പൊ ഇത് ഇരിക്കട്ടെ. അപ്പൊ സ്നേഹം തന്നെ ഇത് ക്ഷമിക്കേണ്ട അവസ്ഥയാണ്. എനിക്ക് ചേച്ചി ചോറ്റുപാത്രം തന്നു. താങ്ക് യു ചേച്ചി. യു ഗെറ്റ് ദിസ് വൺ എന്നാൽ എപ്പോഴും ഈ ചോട്ടുപാത്രം കിട്ടുമ്പോൾ അയാൾക്ക് അയാളുടെ ഇതാണെന്നുള്ള ഫീൽ ഉണ്ട്. ശാലിന്റെ മറ്റൊരു സംരംഭമായ ഐഫ്രൂട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതെ, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലൈവ് ഐസ്ക്രീം ഒരു കോൺസെപ്റ്റ് അല്ലേ. അപ്പൊ ചേച്ചി എങ്ങനെയാണ് ആ ഒരു ലൈവ് ഐസ്ക്രീം കോൺസെപ്റ്റ് എത്തിയത്? അതും ലോക്ക്ഡൌണിന്റെ സമയത്താണ് ചേച്ചി ഈ കട സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എങ്ങനെയായിരുന്നു അതിന്റെ ഒരു യാത്ര? ഞാൻ പറഞ്ഞില്ലേ, ആക്ച്വലി ഞാനൊരു 2019 ഞാനൊരു 1 year പാലിയേറ്റീവ് കെയറിലായി. അപ്പം അതിന് മുൻപ് ഞാൻ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ വർക്ക് ചെയ്തു. ട്രെയിനറായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഓഖിയും പ്രളയവും ഒക്കെ വന്നപ്പോൾ അതെല്ലാം പണിയും പോയി. ആ സെക്ടറൊക്കെ നമുക്കറിയാം. ആ സമയത്തേക്ക് അതെല്ലാം ഇതായി. അപ്പോഴാണ് ഈ ട്രീറ്റ്മെൻറ്റിന് ഞാൻ വയനാട്ടിലായിരുന്നു. അപ്പോൾ വയനാട്ടിലായിരുന്ന സമയത്ത് ഇനി പുതിയൊരിടത്ത് ജോലിയുടെ കാര്യം വളരെ ബുദ്ധിമുട്ടായി. അത്
ഇത് മാത്രമല്ല, ഓഖിയും പ്രളയവും മാത്രമല്ല, ഒരു സ്ത്രീ എന്ന നിലയിൽ പലയിടത്തും നമ്മളൊരു ഇൻസെക്യൂരിറ്റി ജോലിയിടങ്ങളിൽ, തൊഴിലിടങ്ങളിൽ ഉണ്ടായിരുന്നു. ആസ് എ സ്ത്രീ, അതൊരു സിംഗിൾ പാരൻറ്റ്, സിംഗിൾ വുമൺ എന്നുള്ള രീതിയിലുള്ള തൊഴിലിടങ്ങളിൽ ഒരുപാടിടത്തെ പ്രശ്നം, പലയിടത്തു നിന്നും നമ്മൾ സാലറി പോലും വാങ്ങിക്കാതെ ഇറങ്ങേണ്ടി വന്നിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയ കോൺസെപ്റ്റിനെ കുറിച്ച് ചിന്തിച്ചു. അങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് ജോർജ് എന്ന് പറയുന്ന എൻ്റെ ഒരു ശരി, അവൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ വിളിച്ചു, അവനെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള മേഖലകളാണ്. കാരണം ഇത് ലൈവ് ഐസ്ക്രീം ആക്ച്വലി വിദേശ രാജ്യങ്ങളിലെ സ്ട്രീറ്റ് ഫുഡാണ്. പിന്നെ ഒരു സ്ത്രീക്ക് തുടങ്ങാൻ പറ്റുക, ഇതൊരു ഇൻഡസ്ട്രി ആയിട്ടാണ് റൺ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ലോണിൻ്റെ കാര്യങ്ങൾ വരും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകൾ കൊടുത്തപ്പോൾ ഗവൺമെൻറ് ആ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, DIC പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, SBI ബാങ്ക് ലോൺ തരുന്നു. അങ്ങനെയാണ് 18 lakhs പ്രോജക്റ്റിൽ നാളെ ഉദ്ഘാടനം, ഇന്ന് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച്. ആദ്യം ഞാൻ വെച്ചിട്ട് ഇപ്പോൾ വന്നു പോയതുപോലെ കോവിഡും പോയില്ല. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ പ്രോഡക്റ്റ്സ് എല്ലാം ചീത്തയായി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്തേണ്ട ഒരു മെയിൽ അയക്കാൻ പറഞ്ഞു. അതെനിക്ക് ഇന്നും മറക്കാം. കാരണം ആ ഒരു വലിയ ക്രൈസിസിൻ്റെ സമയത്ത് പോലും സാധാരണക്കാരിയായ ഞാനെന്ന് പറയുന്ന ഒരു സംരംഭകയുടെ ആ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടതും അവിടുത്തെ ഓഫീസിൽ നിന്ന് എനിക്ക് വന്ന കോളും, ആ ഒരു ഓഫീസിൽ നിന്ന് ആ കോൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്ത മെയിലിന് എനിക്ക് തന്ന റിപ്ലൈയും, കാരണം ഞാനൊരു 5ഓളം കാര്യങ്ങൾ എൻ്റെ മാത്രമല്ല സംരംഭകരുടെ, അതിനൊക്കെ എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി കിട്ടി എന്നുള്ളത്. സോ എത്രയൊക്കെ വ്യാവസായിക സൗഹൃദമല്ല കേരളം എന്ന് പറഞ്ഞാലും ആസ് എ വുമൻ, ആസ് എൻ ഓൺട്രപ്രണർ എന്ന രീതിയിൽ എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടി. എനിക്ക് ഇന്നേ വരെ അതിനൊരു പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ ആയിരിക്കാം, വേറെ പലർക്കും പലതിടാം. പക്ഷെ ഞാൻ പോയ പ്രോജക്റ്റിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളിൽ നിന്ന് പോലും നമുക്ക് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയും സ്ത്രീക്ക് ഒരു 10-15 കൈയൊക്കെ കാണിച്ചിട്ടാണ് സ്ത്രീനെ ഈ വിമൻസ് ഡേയുടെ അന്ന് അവരെ കാണിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. ആ കാര്യങ്ങളൊക്കെ ഞാൻ വരുമാനമാക്കി മാറ്റുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു വാർഡ്രോബ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ദാറ്റ്സ് ഫോർ കേരളത്തിന് വെളിയിലുള്ള 8ഓളം സംസ്ഥാനങ്ങളിലെ സാരികൾ, ഖാദി, അതും വുമൺ പ്രോജക്റ്റാണത്. അപ്പോൾ അവിടെയുള്ള സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീവേഴ്സിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് അവർക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും അപ്പോൾ അത് ഇതിനിടയ്ക്ക് നടക്കുന്നു. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു പിക്കിളിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇത് നമ്മളിപ്പോൾ എന്താ പറയുക, 1 കിലോ 2 കിലോ അച്ചാറിൽ നിന്നാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ എനിക്കത് ചെയ്യാനായിട്ട് ഒരു ടീമുണ്ട്. ഇതൊക്കെ ചെയ്തു തുടങ്ങുന്ന ഈ ഐ ഫ്രൂട്ടിനകത്തു നിന്നാണ് എൻ്റെ എല്ലാം തുടങ്ങിയിട്ടുള്ളത്. ഈ ഐ ഫ്രൂട്ടിനകത്ത് ബ്രെഡ് ഞാൻ മേക്ക് ചെയ്യുന്നുണ്ട്. അതും നമ്മുടെ വീറ്റാണ്, എല്ലാവർക്കും മൈദ എല്ലാവർക്കും അറിയാം, വീറ്റ് ഇറങ്ങിയ നുറുക്ക് ഗോതമ്പിൽ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്ട്സിന് ഇത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട്. എനിക്ക് കുറച്ച് ഓട്ടിസ്റ്റിക്കായ മക്കൾ, സിംഗിളായി പോയ പാരൻസിൻ്റെ മക്കളുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ട്രാൻസ് കമ്മ്യൂണിറ്റി പീപ്പിൾ, അവരെ ഡോണ്ട് സെൻഡ് ദം ടു സെക്സ് വർക്ക്സ്, അതിലേക്ക് വിടാൻ നോക്കുന്നു. പിന്നെ ഇതിനിടയിൽ നമ്മുടെ തന്നെ സ്ത്രീകൾ തുടങ്ങിയിട്ടുള്ള ചില സ്ഥാപനങ്ങൾ അവർക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ അവരുടനെ വിളിക്കും, ചേച്ചി വാട്ട് വിൽ വി ഡു. അതൊക്കെ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നു. നമുക്ക് ഓടി എത്താൻ പറ്റുന്നിടത്ത് എത്തുന്നു. ഇതെല്ലാം ഒരു സ്ത്രീ ചെയ്യുന്ന കാര്യമാണ്. ആസ് എൻ അമ്മ അല്ലെങ്കിൽ ഒരു സഹോദരി, ഒരു ഫ്രണ്ട്, ഇതിലൊക്കെ വരുമാനം കണ്ടെത്തുന്നു. പുതിയ ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്, തുന്നൽക്കാരി എന്നാണ് അതിൻ്റെ പ്രോജക്റ്റിൻ്റെ പേര്. സോ നമ്മളെന്താണ് കീറിയത് തുന്നി കൊടുക്കപ്പെടും. അതിന് അപ്കമിങ് ആണ്. ആസ് എ വുമൺ നമ്മൾ എങ്ങനെയാണ് സമൂഹത്തിലായിരിക്കുന്നത്, സമൂഹത്തിന് വേണ്ടി ജീവിക്കണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മൾ നമ്മളായി തന്നെ തുടരുക. ആ നമ്മളായി തുടരുന്നതിൽ മറ്റൊരാളെ ചേർത്ത് പിടിക്കാൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ചേർത്ത് പിടിക്കുക. ആ ചേർത്ത് പിടിക്കലുകൾ ശക്തമാകുമ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് മാറാൻ സാധിക്കുക. ഈ വനിതാ ദിനത്തിലെ വനിതകൾക്ക് മാതൃകയാക്കാൻ പറ്റി ഏറ്റവും നല്ലൊരാളായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അതെ, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും ശാലിൻ ചേച്ചിയോട് സംസാരിച്ചാൽ മതി. ശാലിൻ ചേച്ചിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഇതുപോലുള്ള ഒരുപാട് കരുത്തുറ്റ സ്ത്രീകളായിട്ടുള്ള സംരംഭകരും കരുത്തുറ്റ സ്ത്രീകളും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഈ വനിതാ ദിനത്തില്
ആശംസിക്കാം അല്ലേ ചേച്ചി? ഓക്കെ, ഉറപ്പായിട്ടും. കാരണം സ്ത്രീയുടെ കരുത്ത് സ്ത്രീ തന്നെയാണ്. അവളത് പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് സ്ത്രീ പലപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ അബല എന്നൊക്കെ പറഞ്ഞ പേര് മുദ്ര കുത്തപ്പെടുന്നത്. സ്ത്രീ എന്ന് മാത്രമല്ല, പുരുഷനാണെങ്കിലും സ്ത്രീ ആയാലും ഉള്ളിൻ്റെ ഉള്ളിൽ കരുത്തുറ്റവരാണ്. അവർ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുകയും എന്താ പറയുന്നത്, ആക്സെപ്റ്റ് ചെയ്യേണ്ടതിനെ ആക്സെപ്റ്റ് ചെയ്യും, ബഹുമാനിക്കപ്പെടേണ്ടടുത്ത് ബഹുമാനിക്കപ്പെടുകയും ചെയ്താൽ ഈ പറയുന്ന ലോകം ഏറ്റവും സുന്ദരമായിട്ട് മാറും. ആ സുന്ദര ലോകത്തിൽ ജീവിക്കാൻ നമുക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരിക്കും. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. അപ്പോ ക്യാമറമാൻ വിനോദ് സോമനോടൊപ്പം ഹരിത ഹരിദാസ്, സ്നേഹ ബിന്നി, കൈരളി ന്യൂസ്.